ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ ക്രോസ് ഓഫ് ഇറ്റ്. നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നൊരു ഫുള്ളി മോഡിഫൈഡ് ഒരു വണ്ടിയായിട്ടാണ്. നമുക്ക് ഇനി ഒരുപാട് ഇതുപോലത്തെ വണ്ടികൾ ഒരുപാട് കൊണ്ടുവരണം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണം. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇതാണ് 2011 മോഡൽ ഫുള്ളി മോഡിഫൈഡ് ഹോണ്ട സിവിക്. എങ്ങനെയുണ്ട് വണ്ടി? വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് തന്നെ പറഞ്ഞു തുടങ്ങാം. ഒരു മ്യൂഗൺ കിറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു തായ്വാൻ ഹെഡ് ലാംപ്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ബൈസൺ പ്രൊജക്ടർ ലാംപ്സ് കിറ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അത് ആഡ് ചെയ്താണ്, കിറ്റിൽ വരുന്നതല്ല, ആഡ് ചെയ്തേക്കുന്നതാണ്. ഇതാണ് വണ്ടിയുടെ ഓവറോൾ ഫ്രണ്ടിൽ നിന്നുള്ളൊരു വ്യൂ എന്ന് പറയുന്നത്. പെർഫെക്റ്റ്ലി ഒരു ലംബോ ഇൻസ്പയർഡ് എന്ന് വേണമെങ്കിൽ പറയാം. അത് ലുക്കാണ് വണ്ടി. കിറ്റും ഹെഡ് ലാംപ്സും കൂടെ ചെയ്തിട്ട് പക്ക ലംബോ ഇൻസ്പയർഡ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് കണ്ടിട്ട്. ഇതാണ് ഒരു ഫ്രണ്ടിൽ നിന്നുള്ളൊരു വ്യൂ എന്ന് പറയുന്നത്. നമുക്ക് വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് തന്നെ പറഞ്ഞു തുടങ്ങാം. ഇതാണ് വണ്ടിയുടെ ഒരു തായ്വാൻ ഇമ്പോർട്ട് ആഫ്റ്റർ മാർക്കറ്റ് പ്രൊജക്ടർ ഹെഡ് ലാംപ്സും കാര്യങ്ങളൊക്കെയാണ്. അത്യാവശ്യം കോസ്റ്റ്ലി ഹെഡ് ലാംപ്സാണത്. തായ്വാൻ ഇമ്പോർട്ടാണ്. താഴേക്ക് വരാൻ നേരത്ത് ഒരു ബൈസൺ പ്രൊജക്ടേഴ്സ് കൊടുത്തിട്ടുണ്ട്. സൈഡ് ബാഡ്ജിങ് നമ്മൾ റെഡ് ആൻഡ് ബ്ലാക്കിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിലേക്ക് വരാൻ നേരത്ത് മെയിൻ സാധനം 17 ഇഞ്ച് അലോയ്സ് റബ്ബർ കോയിലോസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് വണ്ടി ഇത്ര ലോവറായിട്ട് ഇരിക്കുന്നത്. ഒരു കോപ്പർ ഗോൾഡ് കളർ വണ്ടിക്ക് മാച്ചിങ് ആയിട്ടുള്ളൊരു നല്ലൊരു അലോയ്സ് തന്നെയാണ് കൊടുത്തേക്കുന്നത്. പൊക്കത്തേക്ക് നോക്കുകയാണെങ്കിൽ ഒരു മിറർ കവേഴ്സ് കൊടുത്തിട്ടുണ്ട്. കാർബൺ ഡിപ്പിങ്ങുള്ള ഒരു മിറർ കവേഴ്സും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തേക്കുന്നത്. സൈഡ് പാനൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൈഡിൽ സ്കേർട്ടിങ് വരുന്നുണ്ട്. അത് മ്യൂഗൻ്റെ തന്നെ ഫുൾ കിറ്റിൽ വരുന്ന സ്കേർട്ടിങ്സും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ബാക്കിലേക്ക് വരുന്നത് ഒരു BMW ഇൻസ്പയർഡ് ടൈൽ ലാംപ്സ് ആഫ്റ്റർ മാർക്കറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു മ്യൂഗൻ്റെ സ്പോയിലർ കിറ്റിൽ തന്നെ വരുന്ന ഒരു സ്പോയിലറാണ്. മ്യൂഗൻ്റെ സ്പോയിലേഴ്സും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ്ലി ABS പ്ലാസ്റ്റിക്കാണ്. താഴെ ഒരു മാഗ്നഫ്ലോ എക്സോസ്റ്റ് കാണാം. പിന്നെ മ്യൂഗൻ്റെ ഡിഫ്യൂസേഴ്സാണത്. നടുക്കൊരു F1 ടൈൽ ലാംപ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബ്ലിങ്ങിങ് ടൈൽ ലാംപ്സാണത്. പിന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഫേക്ക് എക്സോസ്റ്റാണ്. അത് ഭംഗിക്ക് വേണ്ടി മാത്രം വെച്ചേക്കുന്ന ഒരു ഫേക്ക് എക്സോസ്റ്റാണത്. ഇതാണ് വണ്ടിയുടെ ഒരു ഓവറോൾ ലുക്ക്. ആ സ്പോയിലേഴ്സൊക്കെ ഇരുന്നിട്ട് ഭീകരമായൊരു ലുക്കാണ് വണ്ടിയുടെ ബാക്ക് സൈഡിൽ നിന്നുള്ളത്. നമുക്ക് നേരെ വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് പോയിട്ട് വണ്ടിയുടെ ഹുഡിൽ നിന്ന് തന്നെ എൻജിൻ ബേയിൽ നിന്ന് തന്നെ കണ്ടു തുടങ്ങാം. വളരെ ലൈറ്റായിട്ടുള്ളൊരു ഹുഡാണ്. കാരണം ചെറിയൊരു ഹുഡാണ്, അത്ര ഉള്ളു കാര്യം. ഇതാണ് ഇതിൻ്റെ ഒരു മെയിൻ ഐക്കണിക് സാധനം. 1.8 ലിറ്റർ ഐവിടെക് നാച്ചുറൽ ആസ്പിറേറ്റഡ് എൻജിൻ. 4 സിലിണ്ടറാണ്. 130 bhp ആണ് വരുന്നത്. 6300 RPM, 141 Nm ഓഫ് ടോർക്കും വരുന്നുണ്ട് വണ്ടി. ഇതാണ് ഇതിൻ്റെ ഒരു ബിടെക് കിക്സ് എന്നൊക്കെ പറയില്ലേ, അതിൻ്റെ ഒരു 1.8 ലിറ്റർ എഞ്ചിനാണ്. നാച്ചുറൽ ആസ്പിറേറ്റഡ് ആണ്, ടർബോ പെട്രോൾ ഒന്നുമല്ല. എൻ്റെ ഐക്കണിക് സാധനമാണ് ഐവിടെക് എന്ന് പറയുന്നത്. ഹോണ്ടയുടെ ഓൾട്ടർനേറ്ററും കാര്യങ്ങളൊക്കെ ലെഫ്റ്റ് സൈഡിൽ കാണാം. നീറ്റ്ലി മെയിൻറ്റെയിൻ ആട്ടത് എഞ്ചിൻ്റെ ഒക്കെ. സൈഡിലൊക്കെ നോക്കാനത്ത് ബാറ്ററി ഇരിക്കുന്നുണ്ട്. അത് എയർ ഫിൽട്ടർ ബോക്സാണത്. അതിൻ്റെ ഫ്യൂസ് ബോക്സാണ് വരുന്നത്. ഇനി എൻ്റെ ഒരു മെയിൻ സാധനം ഞാൻ കാണിച്ചു തരാം. വണ്ടിയുടെ ബ്രെയിൻ. ഇതാണ് വണ്ടിയുടെ ECU, എൻജിൻ കൺട്രോൾ മൊഡ്യൂളാണ്. ഇതിലാണ് നമ്മൾ ട്യൂണിങ്ങും പരിപാടികളും പോപ്സ് ആൻഡ് ബാങ്ക്സ് എല്ലാം ട്യൂൺ ചെയ്യണത് ഇതിൻ്റെ അകത്താണ്. ഇതാണ് എൻജിനിലേക്ക് കൊടുക്കുന്നത് കമാൻഡ്, എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ളത്. ഇതിന്മേൽ ട്യൂൺ ചെയ്തിട്ടാണ് പലരും സിവിക്ക് വെച്ച് പവർ കൂടിയ വണ്ടികളെ ഡ്രാഗിലടിച്ചു എന്നൊക്കെ പറയില്ലേ, അത് നമ്മൾ ട്യൂൺ ചെയ്തിട്ടാണ്. ഇതാണ് ബേസിക് ECU ട്യൂണിംഗ് ആണ് ആദ്യം ബേസിക് ട്യൂണിങ്ങിൽ വരുന്നത്. ഒരു ചെറിയ സ്ഥലത്ത് തന്നെ നല്ലോണം പാക്ക് ചെയ്തിട്ടാണ് ഹോണ്ട എൻജിൻ ബേയും കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. എല്ലാ സാധനവും നല്ലോണം പാക്ക് ചെയ്തിട്ട് ചെറുതാക്കിയേക്കാം കൺവീനിയൻസിന് വേണ്ടി. നമുക്ക് നേരെ വണ്ടിയുടെ മറ്റ് ഫീച്ചേഴ്സ് കാണാം. ഇത് സിവിക്കിന് മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ അറിവിൽ ഇന്ത്യയിൽ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വർക്ക് ചെയ്യുന്ന വൈപ്പേഴ്സ്, ഇങ്ങനെ കുറേ സിവിക്കായിട്ട് തന്നെ ഐഡൻറ്റിറ്റി ആയിട്ട് മാറ്റി നിർത്തുന്ന കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. നമുക്ക് നേരെ വണ്ടിയുടെ ഉള്ളിലേക്ക് പോയിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. ഇതാണ് വണ്ടിയുടെ ഒരു ഇൻസൈഡ് വ്യൂ. നേരെ സ്റ്റിയറിങ്ങിലൊക്കെ കാർബൺ ഡിപ്പ് ചെയ്തിട്ടുണ്ട്, ലോഗോയും മാറിയിട്ടുണ്ട്. ഇത്ര ഇൻറ്റീരിയറിലൊന്നും അങ്ങനെ വലിയ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു കോക്പിറ്റ് തന്നെയാണ്. നേരത്തെ റിവ്യൂലും പസാറ്റിൽ പറഞ്ഞിട്ടുണ്ട് ഒരു കോക്പിറ്റാണ്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം, ഇഗ്നിഷൻ നോക്കിയിട്ട് കാണിച്ചു തരാം എങ്ങനെയുണ്ട് ഐറ്റം. 2011 വണ്ടിയാണ് നൽകുന്നത്. 2006 വണ്ടി തൊട്ടേ ഈ ഇൻസ്ട്രോൺ ക്ലസ്റ്റർ തന്നെയാണ്. 2006 ഇത് കണ്ടുപിടിച്ചെന്ന് പറയുമ്പോൾ താഴെ നമുക്ക് മൈലേജ് വരെ കാണിക്കും വണ്ടിയുടെ. ഇതാണ് വണ്ടിയുടെ ഒരു രാത്രി കാണാൻ അടിപൊളിയാണ്. ഈ ഒരു ഇൻസ്ട്രോൺ ക്ലസ്റ്റർ പർപ്പിൾ കളറിൽ വന്നിരിക്കുന്നത്. താഴെ ഓഡോമീറ്ററും കാര്യങ്ങളൊക്കെ കാണാം.
അവിടെ തന്നെയാണ് RPM മീറ്ററും വാർണിംഗ് ലൈറ്റ്സൊക്കെ അവിടെ തന്നെ വരുന്നത്. പൊക്കത്ത് സ്പീഡോ മീറ്റർ, ലെഫ്റ്റ് സൈഡിൽ ഹീറ്റ് ഗേജ്, റൈറ്റ് സൈഡിൽ ഫ്യൂവൽ ഗേജ്. ഇതാണ് വണ്ടിയുടെ ഒരു ചെറിയ സ്റ്റിയറിംഗ് വീലാണ്. നല്ലൊരു അടിപൊളിയായിട്ട് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇതാണ് 5 സ്പീഡ് ചെറിയൊരു ഗിയർ നോബാണ് വണ്ടിയുടെ. സാധാരണ വണ്ടികളൊക്കെ ബാക്ക് സൈഡിലാണ് ഹാൻഡ് ബ്രേക്ക് വരുന്നതെങ്കിൽ സിവിക്കിൻ്റെ നേരെ തിരിച്ചാണ്. ഇലക്ട്രിക്കലാണെങ്കിൽ അപ്പുറത്ത് വരും. സിവിക്കിൻ്റെ നേരെ ഗിയറിനോട് തൊട്ട് ചേർന്നാണ് ഒരു ചെറിയൊരു ഹാൻഡ് ബ്രേക്കും കാര്യങ്ങളൊക്കെയാണ്. അതിൻ്റെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ AC ആണ്. ഓട്ടോയിൽ ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്തോളും. ഗസ്റ്റ് ഓഫ് ചെയ്തേക്കാം. വലിയ AC വെൻസാണ് കൊടുത്തേക്കുന്നത്. കാരണം സെഡാൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കൂളാവാനാ തോന്നുന്നു. കൊണ്ടുവന്ന് വലിയ 2 AC വെൻസാണ് അവിടെ കൊടുത്തേക്കുന്നത്. അപ്പുറത്ത് നോർമൽ AC വെൻസ് തന്നെയാണ്. ഭയങ്കര വലിയൊരു ഡാഷ്ബോർഡ് ആയിട്ടുണ്ട് ഇവിടെ. ഫ്രണ്ടിലേക്ക് കിടക്കണ ഡാഷ്ബോർഡ് അങ്ങോട്ട്. ശരിക്കൊരു റേസിംഗ് കാറിലൊക്കെ ഇൻസ്പയർഡ് ആയിട്ട് ചെയ്തേക്കുന്ന ഒരു ഡാഷ്ബോർഡാണ്. എന്നാൽ ബോണറ്റ് ചെറുതുമാണ്, ഫ്രണ്ടിലേക്കുള്ള നീട്ടം ചെറുതുമാണ്. അടിപൊളിയായിട്ട് ഈ ഹോണ്ട വണ്ടി ഡിസൈൻ ചെയ്ത് വെച്ചു എന്നുള്ളതാണ്. അന്നത്തെ കാലത്തും വണ്ടി ഇതേപോലെയൊക്കെ ചെയ്ത് വെച്ചതോ ഓൾഡ് സ്കൂൾ ക്ലാസ്സിൽ നിന്ന് കുളിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് സിവിക്ക്. ബാക്കി കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒരു റിയർവ്യൂ മിറർ വരുന്നുണ്ട്. ഓട്ടോ ഡിമ്മിംഗ് ഒന്നുമല്ല, നോർമൽ മിറേഴ്സ് തന്നെയാണ് കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ വണ്ടി ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന ലിനുബ്രോൻ്റെ വണ്ടിയാണ്. ലിനുബ്രോൻ്റെ ഒരു ഹാറ്റ്സ് ഓഫ് പറഞ്ഞേ പറ്റുള്ളൂ. ഈ ഒരു കളർ ഇങ്ങനെ എത്ര കൊല്ലം മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താമെന്ന് പറഞ്ഞാൽ കമ്പനി സീറ്റ്സാണ് വരുന്നത്. ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് വണ്ടി. അവിടെ ഒരു ഡെഡ് പെഡലൊക്കെ കാണാം. മാനുവൽ വണ്ടിയിലും ഡെഡ് പെഡൽ കൊടുത്തിട്ടുണ്ട് സിവിക്കിൽ. നേരെ വണ്ടിയിൽ അകത്തേക്ക് കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഇതാണ് വണ്ടിയുടെ ബൂട്ട് ഓപ്പണും ഫ്യൂവലൊക്കെ ഓപ്പൺ ചെയ്യുന്നത് സ്വിച്ച് അതാണ്. പിന്നെ നേരെ ഇങ്ങോട്ട് റൈറ്റ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഡോർ പാഡ്സിൽ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ കാണാം. അകത്തേക്ക് കയറിയിരുന്ന പിന്നെ പറയാനുള്ളത് ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം അഡീഷണൽ ചെയ്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഒരു യൂണീക്ക് ഫീച്ചറാണിത്. 2011 വണ്ടിയിൽ ഫുൾ ഓപ്ഷൻ മാത്രം വരുന്നതാണ് കമ്പനി സൺറൂഫ്. 2010 കഴിഞ്ഞിട്ടുള്ള 9th ജനറേഷൻ സിവിക്കിൽ മാത്രമാണ് കമ്പനി സൺറൂഫ് വരുന്നത്. കമ്പനി സൺറൂഫ് വരുന്ന വണ്ടിയാണ് 2011 ഫുൾ ഓപ്ഷൻ വണ്ടിയാണത്. നമുക്ക് നേരെ അടച്ചിട്ട് നേരെ വണ്ടിയുടെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. വണ്ടി എല്ലാ സ്ഥലവും നമുക്ക് കൈ കൊണ്ട് ടച്ച് ചെയ്യണ സ്ഥലം എല്ലാം പ്രീമിയം ക്വാളിറ്റി നമുക്ക് ഈ വണ്ടിക്കകത്ത് ഫീൽ ചെയ്യും. ഇതൊന്നും റബ്ബറല്ല, ഇതൊക്കെ ഒരു റബ്ബർ പ്ലാസ്റ്റിക് രണ്ടും കൂടെ ചേർന്നിട്ടുള്ളൊരു മിക്സ്. ഒന്നും പ്ലാസ്റ്റിക്കോ റബ്ബറോ അങ്ങനത്തെ ചീപ്പ് പ്രൊഡക്ട്സ് അല്ല ഇതിൻ്റെ അകത്തുള്ളത്. കൈ കൊണ്ട് ടച്ച് ചെയ്ത് നമുക്ക് ഫീൽ ആവും ഒരു പ്രീമിയംനെസ്. നമുക്ക് ലെഫ്റ്റ് ആണോ റൈറ്റ് സൈഡാണോ മിറർ സെറ്റ് ചെയ്യാനുള്ള സ്വിച്ചാണ് അത്. താഴെ വരുന്നത് സെറ്റ് ചെയ്യാനുള്ള കൺട്രോൾ സ്വിച്ചാണ്. അവിടെ വരുന്നത് പവർ വിൻഡോ ലോക്കാണ്. അവിടെ വണ്ടിയുടെ ഡോർ ലോക്സും കാര്യങ്ങളും പവർ വിൻഡോൻ്റെ കൺട്രോൾ ആസ് യൂഷ്വൽ വണ്ടിയുള്ള എല്ലാ പോലെ തന്നെ. വണ്ടിയുടെ ലെഫ്റ്റ് സൈഡിൽ വൈപ്പേഴ്സും റൈറ്റ് സൈഡിൽ ഹെഡ്ലൈറ്റ് കൺട്രോൾസും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. പിന്നെ അവിടെ നമുക്ക് ഇൻസ്ട്രോങ് ക്ലസ്റ്ററിൻ്റെ ബ്രൈറ്റ്നസ്സും സെറ്റും റീസെറ്റും ബട്ടണും കാര്യങ്ങളൊക്കെയാണ് അവിടെ വരുന്നത്. താഴെ നമുക്ക് ഹെഡ്ലൈറ്റിൻ്റെ പൊസിഷൻ പറഞ്ഞ് വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ സ്റ്റിയറിംഗ് വീല്. കാർബൺ ഡിപ്പ് ചെയ്തിട്ടുണ്ട് എൻ്റെ പാനൽസ് എല്ലാം. പിന്നെ ഇതിൻ്റെ ഒരു ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട്. 2010 കഴിഞ്ഞിട്ടുള്ള 9th ജനറേഷൻ വണ്ടിയിൽ മാത്രമാണ് ഈ ക്രൂസ് കൺട്രോളും കാര്യങ്ങളൊക്കെ വരുന്നത്. നമുക്ക് ആക്സിലറേറ്റ് ഉണ്ടെങ്കിൽ ആക്സിലറേറ്റ് ചെയ്യാം, ഡീസിലറേറ്റ് ഉണ്ടെങ്കിൽ ഡീസിലറേറ്റ് ചെയ്യാം. അവിടെ വെച്ച് തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാവുന്നതാണ്. എല്ലാം അവിടെ നിന്ന് തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാവുന്നതാണ് വണ്ടിയുടെ. നേരെ താഴത്തേക്ക് നോക്കുകയാണെങ്കിൽ ഒരു പവർ സോക്കറ്റ് കാണാം. താഴെ ഒരു ഓക്സ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇൻബിൽഡായിട്ട് വണ്ടിയിൽ വരുന്നതാണ്. പിന്നെ ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് കാണാം. അതിലും വലിയൊരു സ്റ്റോറേജ് സ്പേസ് നമ്മുടെ ആംറസ്റ്റിൻ്റെ താഴെ വലിയൊരു സ്റ്റോറേജ് സ്പേസ് തന്നെ കൊടുത്തിട്ടുണ്ട് വണ്ടിയിൽ. പിന്നെ നോക്കുകയാണെങ്കിൽ റൈറ്റ് സൈഡിൽ ഡോർ പോക്കറ്റിലൊരു ചെറിയൊരു പോക്കറ്റ് ഉണ്ട്. ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് കാണാം. ഫ്രണ്ടിലും ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഫോൺ എന്തെങ്കിലുമൊക്കെ വെക്കാനായിട്ട്. ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ പവർ സോക്കിൻ്റെ സൈഡിലൊരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്റ്റോറേജ് സ്പേസ് തന്നെ വണ്ടിയിലുണ്ട്. ഒരുപാട് സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനുള്ള സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. നമുക്ക് നേരെ ബാക്ക് സീറ്റിലേക്ക് പോയിട്ട് ബാക്കി കാണാം. ഇതാണ് വണ്ടിയുടെ റിയർ പാസഞ്ചർ സീറ്റ്. നമുക്ക് ജസ്റ്റ് ഒന്ന് കയറി നിന്ന് ഞാൻ കാണിച്ചു തരാം എത്രത്തോളം വണ്ടി സ്പേഷ്യസ് ആണ്. അത്യാവശ്യം ഹൈറ്റുള്ള ആൾക്കും സുഖമായിട്ടിരിക്കാം. തൈ സപ്പോർട്ടൊക്കെ നന്നായി തന്നെ വണ്ടിയിൽ ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് സീറ്റ് മാക്സിമം ഇറക്കി ഇട്ടേക്കണം. എന്നിട്ടും കാലിൻ്റെ മുട്ട് തമ്മിൽ ഈ ഒരു സ്പേസ് ഉണ്ട്. നല്ല ഹൈറ്റുള്ള ഒരാൾക്ക് ഇരിക്കാം ബാക്കിൽ. വണ്ടിയുടെ ഡോർ സൈഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പ്രീമിയം ക്വാളിറ്റി ഉണ്ട്. അതൊന്നും പ്ലാസ്റ്റിക് അല്ല, അതൊക്കെ റബ്ബർ പ്ലാസ്റ്റിക്സ് പോലത്തെ ഒരു മിക്സ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. അതൊക്കെ ലെതറാണ് വരുന്നത്. ഡോർ പാഡ്സൊക്കെ എല്ലാ ഡോർ പാഡ്സും ലെതറാണ്. ഒരു പ്ലാസ്റ്റിക് പവർ വിൻഡോ കൺട്രോളാണ്. പിന്നെ ഡോർ ലോക്സൊക്കെ അതൊന്നും സ്റ്റൈലിഷ് ആയിട്ടാണ് ചെയ്തേക്കുന്നത്.
താഴെ ഒരു സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ കാണാം. അവിടെ ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. എല്ലാ വണ്ടിയിലും പോലെ സീറ്റ്സിൻ്റെ ബാക്കിൽ ഒരു ചെറിയ മാഗസീൻ ഹോൾഡർ ഉണ്ട്. ഇത് വണ്ടിയുടെ ഒരു ആംറസ്റ്റ് ഉണ്ട്, വലിയൊരു ആംറസ്റ്റ്. ഞാൻ ജസ്റ്റ് എടുത്തിട്ട് കാണിച്ചു തരാം. അത്ര നന്നായിട്ട് ലിനുബ്രോ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഒരു ഹാറ്റ്സ് ഓഫ് ആണ്. ഈ ഒരു കളർ ഇത്ര കൊല്ലമായിട്ട് മാറ്റാണ്ട് കമ്പനിയിൽ എത്ര മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ നല്ല പാടാണ്. അതിനകത്തൊരു കൂൾ ഫീച്ചറും കൂടെ ഉണ്ട്. ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പാസഞ്ചറിന് ഇവിടെ നിന്ന് സ്റ്റീരിയോ കൺട്രോൾ ചെയ്യാം. വോളിയം കൂട്ടണമെങ്കിൽ കൂട്ടാം, കുറക്കണമെങ്കിൽ കുറക്കാം, മോഡ് മാറ്റാം, ചാനൽ മാറ്റാം. പെട്ടെന്നൊരു കോൾ വന്നു കഴിഞ്ഞാൽ പാസഞ്ചറിന് ഇവിടെ നിന്ന് തന്നെ വണ്ടിയുടെ വോളിയം കുറക്കാം. ഡ്രൈവറിനെ ഇൻറ്ററപ്റ്റ് ചെയ്യേണ്ട കാര്യം ഒന്നുമില്ല. ഇവിടെ ഇരുന്ന് തന്നെ ചെയ്യാനുള്ളൊരു ഫീച്ചർ 2006 സിവിക് കോട്ടെ ഈ ഒരു ഫീച്ചർ ഉണ്ട്. നമുക്കൊരു ഡ്രൈവറിനെ ഇൻറ്ററപ്റ്റ് ചെയ്യാണ്ട് തന്നെ നമുക്ക് ഇവിടെ നിന്ന് പല കാര്യങ്ങളും കൺട്രോൾ ചെയ്യാം. നമുക്ക് മാറ്റി ബ്ലൂടൂത്ത് ആക്കണോ ബ്ലൂടൂത്ത് ആക്കാം, മോഡ് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇവിടെ നിന്ന് അതിനുള്ള ബട്ടൺസ് ഈ ആംബ്രസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നേരെ ക്ലോസ് ചെയ്തേക്കാം. നേരെ ബാക്കിലേക്ക് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് ബാക്കി കാര്യങ്ങൾ കാണാം. പിന്നെ വണ്ടിയുടെ ബാക്ക് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ ഒരു സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അവിടെ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിലെ സ്പോയിലേഴ്സ് ഇവിടെ നിന്ന് കാണാൻ തന്നെ ഭയങ്കര അട്രാക്റ്റീവാണ്. വണ്ടിയുടെ അകത്തിരുന്ന് കാണാൻ തന്നെ ഭയങ്കര അട്രാക്റ്റീവാണ്. റീഡിങ് ലാംപ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതാണ് വണ്ടിയുടെ ഫ്രണ്ടിലേക്കുള്ള വ്യൂ ബാക്ക് സൈഡിൽ നിന്ന്. ഇതുപോലെ ഒരു കളർ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ലെനുബ്രോ. ഹാറ്റ്സ് ഓഫ് ടു യു. ഇവിടെ ഒരു ചെറിയ റീഡിങ് ലാംപ്സും കാര്യങ്ങളൊക്കെ കാണാം. റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഉണ്ട്. രണ്ട് സൈഡിലും റീഡിങ് ലാംപ്സ് ഉണ്ട് വണ്ടിയുടെ. ഇതാണ് വണ്ടിയുടെ ഞാൻ പറഞ്ഞ മാഗ്നാഫ്ലോ എക്സോസ്റ്റ്. ഒട്ടും തന്നെ സൗണ്ട് ഇല്ലാത്തൊരു ബാസിയായിട്ടുള്ളൊരു എക്സോസ്റ്റാണ്. ലൗഡ് നോയ്സ് അല്ല വണ്ടിയിൽ വരുന്നത്. വണ്ടിയുടെ ഡിഫ്യൂസേഴ്സും കാര്യങ്ങളൊക്കെയാണ്. നടുക്കൊരു F1 ഡൈ ലാംപ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാണാം. ഇതൊരു ഫേക്ക് എക്സോസ്റ്റാണ്. വണ്ടിക്ക് ഭംഗിക്ക് വേണ്ടി കൊടുത്തേക്കുന്നൊരു എക്സോസ്റ്റാണ്. ലെഫ്റ്റ് സൈഡിൽ ഫുൾ കിറ്റ് എടുക്കുമ്പോൾ മാത്രം വരുന്ന പാനലാണിത്. ഫുൾ മ്യൂഗൺ കിറ്റ് ചെയ്യുമ്പോൾ മാത്രം കിട്ടുന്നൊരു പാനലാണ്. വീൽ ആർച്ചാണ് കൊടുത്തേക്കുന്ന പാനൽ. ആ 17 ഇഞ്ച് അലോയ്സും കൂടെ വന്നിട്ട് നല്ലോണം സ്യൂട്ടായിട്ട് ഇരിപ്പുണ്ടാവുക. പിന്നെ കോയിൽ ഹോസും കൂടെ ചെയ്തേക്കൊണ്ട് നല്ല ഓടുമാണ് വണ്ടി. അതുകൊണ്ടാണ് ഇത്രയ്ക്ക് ലോവറായിട്ടിരിക്കുന്നത്. 17 ഇഞ്ച് അലോയ്സിൽ പോലും വണ്ടി ഇത്ര ലോവറായിട്ടിരിക്കുന്നത് ആ കോയിൽ ഹോസ് കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നതുകൊണ്ടാണ്. ആ സ്കേർട്ട്സും കാര്യങ്ങളൊക്കെ വരുന്നത് മ്യൂഗണിൻ്റെ കിറ്റിൽ ഫുൾ കിറ്റ് എടുക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ സ്കേർട്ട്സും കാര്യങ്ങളെല്ലാം അവൈലബിൾ ആയിട്ട് വരിക. മീൻസ് സ്കേർട്ട്സും പാൻറ്റും എല്ലാം കൂടെ കിട്ടുക ആ ഒരു കിറ്റിൻ്റെ അകത്താണ്. അതുകൊണ്ട് അലോയ്സും കാര്യങ്ങളൊക്കെ ഓവറോൾ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത്. നമുക്ക് ഒരു ഡ്രൈവ് പോയി നോക്കാം. വണ്ടിയിൽ എങ്ങനെയാണ് ഡ്രൈവബിലിറ്റി എന്നൊക്കെ നോക്കാം. ജസ്റ്റ് ഇതാണ് എൻ്റെ ഓണർ ലിനുബ്രോ. പുള്ളിയുടെ ഒറ്റൊരു കഴിവാണ് വണ്ടി ഇതുപോലെ ചെയ്തു വെച്ചേക്കുന്നത്. ആ ഒരു മൈൻഡും വേണം വണ്ടി ഇങ്ങനെ ചെയ്യാനായിട്ട്. എൻ്റെ പുറകെ പിന്നാലെ കടന്ന് വണ്ടി നല്ല റോഡ് പ്രസൻസ് ആട്ടോ. ആരാണെങ്കിലും വണ്ടി നോക്കും, കാരണം അത്ര ലോഡാണ് വണ്ടി. അത്ര ലൗഡായിട്ടുള്ള എക്സോസ്റ്റോ കാര്യങ്ങളൊന്നുമല്ല. അത്യാവശ്യം ബേസി ആയിട്ടുള്ള സൗണ്ടാണ്. അത്ര ലൗഡൊന്നുമല്ല എക്സോസ്റ്റ്. വണ്ടി നല്ല ലോവറാണ്, നല്ല ഡൗൺ ടു എർത്താണ്. നമുക്ക് ഈ വണ്ടിയുടെ സീറ്റിലിരിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് ഒരു നല്ലൊരു കുഴിയിലിരുന്നാണ് പോകുന്നത്. കാരണം വണ്ടി അത്ര ലോവറാണ്. ഞാൻ പറയേണ്ട വണ്ടിയുടെ സസ്പെൻഷൻ സൈഡാണ് കോയിൽ ഓവേഴ്സ് ചെയ്തേക്കുന്നുണ്ട് തന്നെ. അത്യാവശ്യം നല്ല സ്റ്റിഫർ സൈഡാണ്. അത്യാവശ്യം നല്ല സ്റ്റെബിലിറ്റിയും ഫീഡ്ബാക്കും ആ സൈഡിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് വണ്ടിയുടെ കുറച്ച് റണ്ണിങ് ഷോട്ട്സ് കണ്ടുനോക്കാം. വണ്ടി ഓടി വരുമ്പോൾ എത്രത്തോളം വണ്ടി കാണാൻ ലുക്ക് ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് റണ്ണിങ് ഷോട്ട്സിൽ കണ്ടുനോക്കാം. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. അടുത്ത വണ്ടിയായിട്ട് വരുന്നവരെ ബൈ.